വെള്ളാപ്പള്ളിയെ വെളുപ്പിച്ചതോ എന്നാണ് ചോദ്യം. ഞാൻ പി ആർ സുനിലേക്ക് ആദ്യം. സുനിൽ, ഇപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടാണ്, നമ്മുടെ സ്റ്റോറിയാണ്, അനിൽ ഇമ്മാനുവലിൻ്റെ സ്റ്റോറി. അതിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രതീക്ഷിക്കാമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 വർഷക്കാലം വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പരിഗണന അതൊരു പ്രത്യേക കാലഘട്ടമാണെന്ന് കരുതേണ്ടി വരും. വെളുപ്പിച്ചതാണോ? വെള്ളാപ്പള്ളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വി എസ് അച്യുതാനന്ദനെ മറക്കാൻ കഴിയില്ല. വി എസ് അച്യുതാനന്ദനാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളിയെ വി എസ് അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചത് ഷൈലോക്ക് എന്നാണ്. ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ ഏറ്റവും ക്രൂരനായ കഥാപാത്രമാണ് ഷൈലോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കൊള്ളപ്പലിശക്കാരനായിരുന്നു, ക്രൂരനായിരുന്നു. പലിശയ്ക്ക് പണം കൊടുത്ത ശേഷം ആ പണം കിട്ടിയില്ലെങ്കിൽ ആ പണം വാങ്ങിയത് ആരാണോ അവരുടെ ശരീരത്തിലെ മാംസം മറുത്തു തരണം എന്നാവശ്യപ്പെട്ട ഏറ്റവും ക്രൂരനായ ഷൈലോക്ക്. ആ ഷൈലോക്ക് കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെ വണങ്ങി എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. ആ നിലയിൽ വെള്ളാപ്പള്ളിക്കെതിരെ വലിയ പോരാട്ടം നടത്തിയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. 2003 മുതൽ 2015 വരെയാണ് മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ പണമൊഴുക്കും പണവിതരണവും ഒക്കെ തന്നെ നടന്നത്. ആരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്? നമുക്കറിയാലോ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം വലിയ സമ്പന്ന കുടുംബമായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ആ കുടുംബത്തിൽ ജനിച്ച് ഒരു റെയിൽവേ കോൺട്രാക്ടറായി, സാമ്പത്തികമായി റെയിൽവേ കോൺട്രാക്ടറായി മാറുന്നു, വലിയ സമ്പന്നനായി മാറുന്നു, അദ്ദേഹം അബ്കാരിയായി മാറുന്നു. ആ കാലഘട്ടത്തിലാണ് SNDP യോഗം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി വരുന്നത്. അപ്പോൾ അതിൻ്റെ സംരക്ഷകനായി വരികയാണ് വെള്ളാപ്പള്ളി നടേശൻ. സംരക്ഷകനായി വന്ന ശേഷം വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് SNDP യോഗം തന്നെ പിടിച്ചെടുക്കുന്നു. SN ട്രസ്റ്റ് എന്നൊരു സംവിധാനം ഉണ്ടാകുന്നു, അത് മുഴുവൻ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബ സ്വത്തായി മാറുകയാണ് 30 വർഷക്കാലം. അതിനിടയിലാണ് 2003 കാലഘട്ടത്തിൽ ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. സർക്കാരിൻ്റെ പിന്നാക്ക ക്ഷേമ ബോർഡിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണം വായ്പയെടുക്കുകയും ആ പണം SNDPയിലെ സ്ത്രീകൾക്ക് ഏതാണ്ട് 2% പലിശയ്ക്ക് സർക്കാരിൽ നിന്ന് വാങ്ങുന്ന ഈ പണം 12%, 15% പലിശയ്ക്ക് സ്ത്രീകൾക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത്. ആദ്യം AK ആന്റണി സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ പ്രവർത്തനം വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങുന്നത്. ഏതാണ്ട് 2003-2004 കാലഘട്ടത്തിൽ. 2004 വരെയാണ് AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത്. അതിനുശേഷം 2 വർഷക്കാലം ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നത്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ശേഷം ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം, അന്ന് പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിൽ പോലും വി എസ് അച്യുതാനന്ദൻ അന്ന് വിജിലൻസിനോട് ആവശ്യപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ കാര്യമായ പരാതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് സർക്കാരിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. 2014-15 കാലഘട്ടത്തിലാണ് ഈ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നു വരുന്നത്. 2015 ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഈ 2015 ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിൽ പോലും അതിനുശേഷം ഒരു നടപടിയും വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ടായില്ല എന്നാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാർ വെള്ളാപ്പള്ളി നടേശൻ്റെ SNDP, വെള്ളാപ്പള്ളി നടേശൻ കൈയടക്കി വെച്ച SNDPക്ക് നൽകിയത് 15.58 കോടി രൂപയാണെങ്കിൽ ആ പണം ഇരട്ടിപ്പിച്ച് കൊള്ളപ്പലിശയ്ക്ക് പണം നൽകി ഇരട്ടിപ്പിച്ച് ഏതാണ്ട് 1600 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. മുൻ DGP ആയിരുന്ന TP സെൻകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നേരത്തെ നടത്തിയിട്ടുള്ളത്. അതായത് ഇത് ചില്ലറ കളിയല്ല, ഇത് ഏതാണ്ട് 1000 കോടി രൂപ, 1600 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നു എന്ന് TP സെൻകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കോടിക്കണക്കിന് രൂപ വെള്ളാപ്പള്ളി നടേശൻ ഇതിൽ കൈക്കലാക്കിയിട്ടുണ്ട്, സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് 600 കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം അക്കൗണ്ടിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് TP സെൻകുമാർ ആരോപിച്ചിട്ടുണ്ട്. ഈ നിലയിൽ വലിയ ആരോപണങ്ങളും വലിയ ആക്ഷേപങ്ങളും വെള്ളാപ്പള്ളി നടേശനെതിരെ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. 10-15 വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെതിരെ ചെറുവിരൽ അനക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. വി എസ് അച്യുതാനന്ദൻ കോടതിയിൽ പോയി വെള്ളാപ്പള്ളി നടേശനെതിരെ കോടതിയിൽ പോയി വി എസ് അച്യുതാനന്ദൻ ഫൈറ്റ് ചെയ്യുകയും അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാനുള്ള നീക്കമെങ്കിലും ഉണ്ടാകുന്നത്. അവസാന നിമിഷം വരെ വി എസ് വെള്ളാപ്പള്ളി നടേശനെതിരെ പൊരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഷൈലോക്കിൻ്റെ പേര് വെള്ളാപ്പള്ളി നടേശനെതിരെ വി എസ് അച്യുതാനന്ദൻ പരാമർശിച്ചത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ ഈ SNDP യോഗത്തിൻ്റെ
ജനറൽ സെക്രട്ടറി ആയ ശേഷം ഇതിൻ്റെ സകല സ്വത്തുക്കളും കൈയടക്കുകയാണ്. പിന്നീട് ഈ SN ട്രസ്റ്റിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളാപ്പള്ളി നടേശൻ്റെ നിയന്ത്രണത്തിലല്ലാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അവിടുത്തെ കോളേജുകളിലായിക്കോട്ടെ, അവിടുത്തെ സ്കൂളുകളിലായിക്കോട്ടെ, ഈ SNDP ട്രസ്റ്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലരും ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് നേരത്തെ TP സെൻകുമാറിൻ്റെ പേര് പറഞ്ഞത്. അതുപോലെ തന്നെ G സുധാകരൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വലിയ കോഴയാണ്, വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് G സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും ആ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുൻകാലം മുതൽ ഒരുപാട് കാലമായിട്ടുള്ള ആവശ്യമാണ് ഈ സംസ്ഥാനത്തെ അൺഎയ്ഡഡ് കോളേജുകൾ, സർക്കാർ ശമ്പളം നൽകുന്ന കോളേജുകൾ, ആ കോളേജുകളിലെ നിയമനം PSCക്ക് വിടണം എന്നുള്ളത്. ഒരു സർക്കാരും അക്കാര്യത്തിൽ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ 10 വർഷക്കാലവും, അത് പിണറായി വിജയൻ്റെ കാലത്തുള്ള ഈ സർക്കാരിൻ്റെ കാലത്തും വെള്ളാപ്പള്ളി നടേശനെതിരെ ചെറുവിരലനക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് എല്ലാ സ്വാതന്ത്ര്യവും നൽകി എന്നുള്ളതാണ്. എത്ര കേസുകളാണ് അത് ഈ മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, മറ്റു വിഷയങ്ങളിലായിക്കോട്ടെ, കോടതിയിൽ പോകേണ്ടി വന്നു. ഈ വിഷയത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതിയിൽ പോകേണ്ടി വന്നു. ഈ 2020 ജൂലൈ 24 ഈ KK മഹേശൻ എന്ന് പറയുന്ന മൈക്രോ ഫൈനാൻസ് കോർഡിനേറ്ററായിരുന്ന KK മഹേശൻ ആത്മഹത്യ ചെയ്യുന്നത്. അത് കണിച്ചിക്കുളങ്ങരയിലെ യൂണിയൻ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായിരുന്നത്. അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തൊരു അസ്വാഭാവിക മരണം എന്നുള്ളതാണ്. പിന്നീട് ആലപ്പുഴ കോടതിയിൽ ഈ KK മഹേശൻ്റെ കുടുംബം ആലപ്പുഴ കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ല. പിന്നീട് കേരള ഹൈക്കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയാണ് അന്ന് അതിനിശിതമായ വിമർശനത്തോടു കൂടി ഈ കേസിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് സർക്കാരിനോട് ശക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്ന് കണിച്ചിക്കുളങ്ങര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് എന്നുള്ളതാണ്. ആ നിലയിൽ വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രീയ സംരക്ഷണം കിട്ടി എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം തന്ത്രശാലിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ വലിയ ആരോപണത്തിൻ്റെ നിഴലിലാണ്. അത് മൈക്രോ ഫൈനാൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ആ തട്ടിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, SN ട്രസ്റ്റിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയാണ്. BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി BJPയുമായി സഖ്യത്തിലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു അന്വേഷണവും വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് കയറില്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥാപനങ്ങളിലേക്ക് കയറില്ല. വെള്ളാപ്പള്ളി നടേശനെ തേടി ഒരു EDയും വരില്ല, ഒരു CBIയും വരില്ല. അങ്ങനെ BDJSനെ കൊണ്ട് BJPയുമായി സഹകരണമുണ്ടാക്കി അതിനെ തടഞ്ഞു. കേരളത്തിൽ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സർക്കാരിനൊപ്പം തന്ത്രപരമായി നിലപാട് സ്വീകരിച്ച് ഒപ്പം കൂടുക. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പിണറായിയാണ് ഭരിച്ചത്. അതുകൊണ്ട് പിണറായിക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ തുടരെ പറഞ്ഞു. ഈ CPMൻ്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുള്ള സംഘടനാ റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിലുമൊക്കെ തന്നെ SNDPയെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ നേതൃത്വം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് BJPക്ക് വേണ്ടിയാണ് എന്ന് പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശന് സംരക്ഷണം കിട്ടി എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള ശക്തമായി തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് നൽകിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അക്കാര്യത്തിൽ എനിക്ക് വലിയ സംശയമില്ല. അപ്പം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ രാഷ്ട്രീയ സംരക്ഷണം വെള്ളാപ്പള്ളി നടേശന് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 10, 20, 25 വർഷത്തിനിടയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പൊരുതിയത് VS അച്യുതാനന്ദൻ മാത്രമാണ്. ഇപ്പോൾ VM സുധീരൻ ഈ വിഷയത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനൊരു പരാതി നൽകിയിരിക്കുന്നു, ഒരു നിവേദനം നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘം വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും പ്രതീക്ഷ മാത്രമാണ്. പക്ഷേ ശക്തമായ അന്വേഷണം നടക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ, രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ, ഈ VM സുധീരനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആലപ്പുഴയിൽ 2004 ലോക്സഭയിലേക്ക് VM സുധീരൻ മത്സരിച്ചപ്പോൾ VM സുധീരനെ പരാജയപ്പെടുത്താൻ വേണ്ടി, കാരണം VS സുധീരൻ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള പോരാളിയായിരുന്നു VSനെ പോലെ. അപ്പോൾ VM സുധീരനെ പരാജയപ്പെടുത്താൻ വേണ്ടി 2004 അന്ന് 200 പേരെയാണ് വെള്ളാപ്പള്ളി നടേശൻ റിക്രൂട്ട് ചെയ്തത്. അന്ന് ഇൻ്റർവ്യൂ നടത്തി 200 പേരെ റിക്രൂട്ട് ചെയ്ത് ആലപ്പുഴയിലെ എല്ലാ വോട്ടർമാരുടെയും എല്ലാ വീടുകളിലേക്കും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞയച്ചു എന്നാണ് ആരോപണം, വോട്ട് മറിക്കാനായി. അങ്ങനെയാണ് VM സുധീരൻ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അന്ന് മനോജാണ് ആരെങ്കിലും തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് ഭൂരിപക്ഷം കൂടുതലാണ് കിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് മറ്റേ KC വേണുഗോപാലിന്റെ കാര്യത്തിലും
അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അന്ന് അത്തരം നീക്കങ്ങൾ വരെ വെള്ളാപ്പള്ളി നടേശൻ 2000 കാലഘട്ടത്തിൽ വലിയ പവർഫുൾ ആയിരുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് പവർഫുൾ ആയിരുന്നു. നോക്കൂ, 30 വർഷം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. 28 ലക്ഷം 30 ലക്ഷത്തോളം അംഗങ്ങളുടെ SNDPയിൽ ഈ വോട്ടുകളില്ല 30 ലക്ഷത്തോളം അംഗങ്ങളുള്ള SNDPയിൽ എല്ലാ കാലത്തും ജനറൽ സെക്രട്ടറിയായി ഇരിക്കാൻ വേണ്ടി 200 പേർക്ക് ഒരു വോട്ട് എന്ന തരത്തിലൊരു പ്രാതിനിധ്യ വോട്ടിംഗ് സംവിധാനം കൊണ്ടുവരികയും 30 വർഷക്കാലം ജനറൽ സെക്രട്ടറിയായി തുടരുകയും ചെയ്തു. കോടതി വേണ്ടിവന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റാൻ എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരിക്കും SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുടുംബ സ്വത്താക്കി SNDP യോഗത്തെ വെള്ളാപ്പള്ളി നടേശൻ മാറ്റി. SNDP ട്രസ്റ്റിൻ്റെ എല്ലാ സ്വത്തുക്കളും അദ്ദേഹം കൈയടക്കി വെച്ചു. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയതെന്ന് എത്രയെത്ര ആരോപണങ്ങൾ വേണം. ഒരു വലിയ സാമ്പത്തിക ക്രമക്കേടാണെന്ന്, ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുകയാണ്, വലിയ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഒരു സർക്കാർ പോലും ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ വെള്ളാപ്പള്ളി നടേശനെയാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ പിണറായി വിജയൻ വാഹനത്തിൽ കയറ്റി പമ്പയിലെ അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുപോയത്. ഇതൊക്കെ കൊടുത്ത സന്ദേശം എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ രാഷ്ട്രീയ തിരിച്ചടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ കണ്ണു തുറന്ന് ശക്തമായ നടപടി വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിക്കണം എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തന്ത്രങ്ങൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ രാഷ്ട്രീയ കൗശലങ്ങൾ അത് തീർച്ചയായും ശക്തമായ നടപടി അർഹിക്കുന്നതാണ്. വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. സാധാരണക്കാരായ മനുഷ്യരെയാണ് പറ്റിച്ചിരിക്കുന്നത്, പാവപ്പെട്ട സ്ത്രീകളെ. ഈ KK മഹേശൻ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പാണ്. ഈ ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം പോലീസിനൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ള ആത്മഹത്യക്കുറിപ്പിൽ അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇനി അങ്ങേക്ക് എന്നോട് ശത്രുതയുണ്ടാകാൻ വ്യക്തിപരമായ മറ്റൊരു കാരണമുണ്ട്. എൻ്റെ പേരിൽ കണിച്ചുകുളങ്ങര കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എൻ്റെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തി വായ്പയെടുത്ത് ആ വായ്പാ തുക കൊണ്ട് കള്ള് ഷാപ്പ് നടത്തി അതിൻ്റെ വരുമാനം അങ്ങേക്കും ഷാപ്പ് നടത്തിപ്പുമായി 18 കേസുകൾ എൻ്റെ പേരിലുമുണ്ടായി. 18ഉം കോമ്പൗണ്ട് ചെയ്ത് എന്നാണ് അറിയുന്നത്. കോമ്പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം കുറ്റം സമ്മതിക്കുകയും അതിന് നിയമം അനുശാസിക്കുന്ന പിഴ ഒടുക്കി വിചാരണ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റവാളിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവനുമായി മാറി എന്നുള്ളതാണ്. ഇത് ഒന്ന് മാത്രമാണ്. ഇതുപോലെ ഈ മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ അതുപോലെ തന്നെ മുൻ ADGP ആയിരുന്ന ടോമി തച്ചങ്കരിക്ക് അയച്ച കത്തൊക്കെയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവരങ്ങളില്ലാഞ്ഞിട്ടല്ല, തെളിവുകളില്ലാഞ്ഞിട്ടല്ല, ബോധപൂർവം മറച്ചു വെച്ച് സംരക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ. മാധു നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. VM സുധീറിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ വിജയിച്ചിരിക്കും. പക്ഷേ അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി നടേശൻ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിൽ തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനൊന്നും കേരളത്തിൽ SNDPക്കകത്ത് ഇന്ന് വലിയ സ്വാധീനമില്ല. SNDPയിലെ യഥാർത്ഥ പ്രവർത്തകർ, അതായത് ഗുരു എന്താണോ പറഞ്ഞത് അതനുസരിച്ച് SNDP മുന്നോട്ട് പോകണം എന്ന് പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന SNDPയിലെ സാധാരണ പ്രവർത്തകരിൽ ഒരാളുടെ പോലും പിന്തുണ വെള്ളാപ്പള്ളി നടേശനില്ല. അത് തിരിച്ചറിയാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ നിലപാട്. ശരി. Meet the editors.